ഹല്ലേലൂയാ. സന്തോഷം. ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഹല്ലേലൂയാ. പാവം ചെയ്തരുത്. പാവം ചെയ്ത് നമുക്ക് ഈശോയോട്ട് പിന്നെ അടുക്കാൻ പറ്റില്ല. ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ചിലർക്ക് നമ്മൾ കണ്ടില്ലേ, മണിക്കൂറിൽ ദിവ്യകാരന് ഈശോയുടെ മുമ്പിൽ പോയിരിക്കുന്നതാണ്. അവർക്ക് യാതൊരു കുലുക്കൽ അനങ്ങാ പാറ പോലെ ഇരിക്കും. പ്രസലക്ഷൻ. ചില ജപമാലയൊക്കെ ഒരു ദിവസം ഫുൾ ടൈം എത്ര പ്രാർത്ഥിക്കാൻ ഭയങ്കര വിഷമം അവർക്കില്ല. ചില കുർബാനിലൊക്കെ അങ്ങോട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എങ്ങോട്ടുണ്ടോ നല്ല എന്തൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന. വലിയ സംഭവമാണ്. ചിലർക്ക് സന്ധ്യാപ്രാർത്ഥനയൊക്കെ വീട്ടിലെ പ്രാർത്ഥനയൊക്കെ നല്ല രസകരമാണ്. എന്നും ബൈബിളൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. കാരണം അറിയോ, ഉള്ളിൽ ഉൾക്കാഴ്ചയുള്ളവരാ, ഉൾക്കണ്ണ് തുറന്നിരിക്കുന്നവരാ. ആത്മാവ് സുഖപ്പെട്ടതാണ് അവരുടെ. അവർ നല്ല കുമ്പസാരങ്ങൾ നടത്തി ജീവിതം എളിമപ്പെടുത്തി വിശുദ്ധീകരിച്ച ജീവിതങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ചിലക്ക് ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. കാരണം ഉള്ളിൽ ഇട്ടാണെങ്കിണ്ടല്ലോ ഒരു കുർബാനയുടെ മുമ്പിലെല്ലാം നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥനാ ജീവിതം എന്നുള്ളതൊരിക്കലും നമ്മൾ എത്ര പരിശ്രമിച്ചാലും പ്രാർത്ഥിക്കാൻ പറ്റുന്നൊന്നും കാര്യമില്ല. പ്രാർത്ഥനാ ജീവിതം പ്രസിലോട് നിർബന്ധിച്ച് നമ്മളൊരാളെ പ്രാർത്ഥിപ്പിക്കാൻ നോക്കിയാൽ 2 മിനിറ്റും അവൻ എഴുന്നേറ്റ് അവൻ്റെ വീട്ടിൽ പോകും. സിനോട് പറഞ്ഞേ ഹല്ലേലൂയാ. ചിലപ്പം വീട്ടിൽ അമ്മയും അപ്പനും പറയും, എടാ നീ ഇവിടെ ഇരുന്ന് കൊന്തയില്ലേ പ്രാർത്ഥിച്ചോണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അവൻ കാണാം ടെലിവിഷൻ തുറന്ന് പിടിച്ചുകൊണ്ട് അവൻ പലതും കണ്ടുകൊണ്ടിരിക്കുക. സിനോട് പറഞ്ഞേ ഹല്ലേലൂയാ. അവന് പറ്റുന്നില്ല. അവൻ അമ്മ എനിക്ക് പറ്റുന്നില്ല. പറ്റുന്നതിന് കാര്യം എവിടെയോ പാപത്തിൻ്റെ അശുദ്ധിയുടെ ബന്ധനം ആത്മാവിൽ കിടപ്പുണ്ട്. ഉൾക്കണ്ണ് തുറന്നിട്ടില്ല. ആ കുഞ്ഞുങ്ങളുടെ ഉൾക്കണ്ണ് തുറന്നിട്ടില്ല. അത് തുറക്കപ്പെട്ടാൽ മാത്രമേ അവർക്ക് കർത്താവിനെ അനുഭവിക്കാനോ സ്വന്തമാക്കാനോ ഒക്കെ പറ്റുള്ളൂ. നമ്മൾ തിന്മയുണ്ടെങ്കിൽ ഇപ്പം യോനായിൽ തിന്മയിരിക്കുമ്പോൾ ആ കപ്പൽ മുഴുവൻ ഇളകി മറിയുന്നത് കാണാവേ. ആ കപ്പൽ കൊടുങ്കാറ്റാഞ്ഞടിക്കുകയാണ്, കപ്പൽ മറിയുന്ന അവസ്ഥയെത്തിയാണ് യോനായിൽ തിന്മ. പഴയ നമുക്ക് കാണാൻ പറ്റും, ജോഷുവ ഒരു യുദ്ധത്തിന് പോയിട്ട് പരാജയപ്പെടും. ആയി പട്ടണത്തെ കീഴ്പ്പെടുത്താൻ പോകുമ്പോൾ അവൻ പരാജയപ്പെട്ടു പോകുന്ന സംഭവമുണ്ട്. സ്വരമൂർത്തി പറഞ്ഞ് യേശുവേ നന്ദി. ആ വചനം ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചോ. വലിയ വചനം, നല്ലൊരു വചനമാണിത്. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 6-7 അധ്യായങ്ങളെയാണ് വായിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പൊതുവായിട്ടൊന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടോണം. ഹൃദയത്തിൽ നല്ലൊരു സംഭവമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ദൈവമായ കർത്താവ് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ തൻ്റെ കരബലം കൊണ്ട്, ദൈവം തൻ്റെ കരബലം കൊണ്ട് മോശയുടെ കൈകളിലൂടെ ദൈവം വെളിപ്പെട്ടതിൻ്റെ ഫലമനുസരിച്ച് അവർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തിറങ്ങി ചെങ്കടൽ കടന്ന് അവർ മരുഭൂമിയിലൂടെ അവർ 40 വർഷം യാത്ര ചെയ്യുന്നു. അപ്പം ആ സമയത്തെല്ലാം ദൈവ സാന്നിധ്യം അവരുടെ കൂടെയുണ്ട്. മോശ അവർക്ക് 10 പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു, ഈ ജനത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ അവർ ഈ കൽപ്പനകൾ നിർബന്ധമായിട്ട് പാലിക്കണം. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഈ 10 കൽപ്പനകൾ അവർ കൊടുക്കുകയാണ്. ഈ 10 കൽപ്പനകളെ കുറിച്ച് അവരെ പഠിപ്പിക്കുക. മോശ ശരിക്കും 24 മണിക്കൂർ ഇസ്രായേൽ ജനത്തെ വചനം പഠിപ്പിക്കുക. വചനം പഠിപ്പിച്ച് ആ വചനം അനുസരിച്ച് ജീവിക്കാൻ അവരെ നിർബന്ധിക്കുക. അങ്ങനെ വചനമനുസരിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനം അനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വന്നിട്ട് അവരുടെ കൂടെ വന്ന് വസിക്കുന്നത് കാണാൻ പറ്റും. അവർ പ്രാർത്ഥനയിരിക്കുമ്പോൾ അവരുടെ മുകളിൽ ദൈവ സാന്നിധ്യം മേഘത്തിൻ്റെ രൂപത്തിൽ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ചിലപ്പോഴൊക്കെ അവർ ദൈവപ്രമാണങ്ങൾ ലംഘിക്കുന്നത് കാണാൻ പറ്റും. ദൈവപ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ, അതുപോലെ തന്നെ മോശയ്ക്കെതിരെ അഹറോനെതിരെ തിരിയുമ്പോൾ അവർ ദൈവ സാന്നിധ്യം അവരെ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. അവർക്ക് വ്യക്തമായിട്ട് 10 കൽപ്പനകൾ ഇസ്രായേൽ ജനം പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം ഒരു മേഘത്തിൻ്റെ വെളുത്ത് കട്ടിപിടിച്ച ഒരു മേഘത്തിൻ്റെ രൂപത്തിൽ അവിടെ മുകളിൽ പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ ദൈവ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അവർ പോകുമ്പോൾ ഈ സാന്നിധ്യം അവരെ വിട്ടുപോകുന്നു. ആ സമയത്ത് രോഗങ്ങൾ, അനർത്ഥങ്ങൾ, മരണങ്ങൾ, അപകടങ്ങൾ വരുന്നത് കാണാൻ പറ്റും. സർപ്പദംശനമൊക്കെ ഉണ്ടാകുന്നത് ദൈവകൽപ്പനകൾ ലംഘിച്ചവർ പോയ സമയങ്ങളിലാണ്.
പക്ഷേ അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും, ഇത് മോശയുടെ കാലം കഴിഞ്ഞു, ജോഷുവ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ നേതാവായിട്ട് ഉയർത്തുകയാണ്. ജോഷുവയാണ് പിന്നെ ഇസ്രായേലിനെ യോർദാൻ കടത്തി മരുഭൂമിയിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കയറ്റുന്നത് ജോഷുവ പ്രവാചകനാണ്. അങ്ങനെ കാനാൻ ദേശത്ത് പ്രവേശിച്ചു. കാനാൻ ദേശം പറയുമ്പോൾ ജാതി പലരും താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്, ഒരുപാട് വിഗ്രഹ ആരാധന നടക്കുന്ന സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ജെറിക്കോ എന്ന നഗരം, ജെറിക്കോ മുഴുവനും വിഗ്രഹാരാധന, മ്ലേച്ഛാരാധന, മനുഷ്യക്കുരുതികൾ, മ്ലേച്ഛക്കുരുതികൾ, ഒരുപാട് തിന്മകൾ, പറയാൻ പോലും കൊള്ളില്ലാത്ത മ്ലേച്ഛ ആചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു ജെറിക്കോ എന്ന് പറയുന്ന ദേശം മുഴുവനും. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ അവിടെ കയറും ചെയ്യേണ്ട, നിങ്ങളത് ഞാൻ തരാൻ പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യുദ്ധം ചെയ്യാൻ, നിങ്ങൾ കരബലമൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് സാക്ഷ്യ പേടകം, വാഗ്ദാന പേടകം അതെടുത്തുകൊണ്ട് ലേവ്യരായ പുരോഹിതന്മാരും അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ട് ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും നടക്കാൻ പറയുക. 7 വട്ടം അവരോട് വലം വയ്ക്കാൻ പറയുക. അവരെൻ്റെ കാഹളം മുഴക്കുക, ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, വേറൊന്നും ചെയ്യരുത്, വേറെ ചെയ്യാൻ പാടില്ല പറയും. അങ്ങനെ അവർ 7 ദിവസങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർ കാണുന്ന അവസാനം കാഹളമെടുക്കുമ്പോൾ ജെറിക്കോ മതിലുകൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്ന സംഭവം. ഇത് കെട്ടുകഥയല്ല, ചരിത്ര സംഭവമാണ്. ഈ നാളുകളിൽ ജെറിക്കോയുടെ മതിലുകളെ ഈ ആർക്കിയോളജിസ്റ്റുകൾ, പുരാവസ്തു ഗവേഷകർ അത് കണ്ടുപിടിച്ചിട്ട് അവരതിനെക്കുറിച്ചുള്ള വലിയൊരു പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിന് വലിയൊരു മതിൽ മുഴുവനും അത് തകർക്കപ്പെട്ട് കാണാൻ പറ്റും. അപ്പോൾ അതോടെ അവർ പ്രവേശിക്കുന്നുണ്ട്, അവിടെയുള്ള നാട് വിട്ടു പോകുന്നു, കുറേ പേര് മരിച്ചു പോകുന്നു. അതിനുശേഷം അവർ സ്വന്തമാക്കി, ഇസ്രായേലിനെ സ്വന്തമാക്കും. അപ്പോൾ ആ സ്വന്തമാക്കിയ സമയത്ത് ദൈവമായ കർത്താവ് ജോഷുവയിലൂടെ ജനത്തോട് പറഞ്ഞു, ഈ ജെറിക്കോ ദേശത്ത് നിന്ന് യാതൊന്നും എടുത്തേക്ക്, ഒരു വസ്തു പോലും എടുത്തേക്കരുത്. അവിടെ ഒരു അതിൻ്റെ കാരണം വെച്ചാൽ മ്ലേച്ഛ ആചാരങ്ങളും ഒരു വ്യഭിചാര മ്ലേച്ഛതകളൊക്കെ ഒരു പറയാൻ പോലും കൊള്ളില്ലാത്ത ഒരു ദുർമന്ത്രവാദങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങൾ, മനുഷ്യക്കുരുതികൾ, മ്ലേച്ഛത നിറഞ്ഞ ആചാരങ്ങൾ, മൃഗപൂജകൾ, പൈശാചിക ഇതെല്ലാം നടന്ന് ഒരു അന്ധകാരം നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ജെറിക്കോ ദേശം. അപ്പോൾ അതുകൊണ്ടാണ് ആ ദേശത്ത് നിന്ന് നിങ്ങൾ യാതൊന്നും എടുത്തേക്കരുത്, ഒരു വസ്തു പോലും എടുത്തേക്കരുതെന്ന് പറഞ്ഞു. ഇസ്രായേലിനും അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അവരവിടെ കഴിയുമ്പോൾ അതിനുശേഷം അടുത്ത സംഭവം ആ ഒരു സ്ഥലം കൈവശമാക്കി. അടുത്ത് ആയി എന്നൊരു പട്ടണമുണ്ട്. ആയി എന്നൊരു പട്ടണം അത് കൈവശമാക്കാനായിട്ട് ദൈവമായ കർത്താവ് അവരെ അയക്കുക. അവിടെയൊക്കെ ദൈവത്തിൻ്റെ ശക്തിയാണ് ഉൾപ്പെടുന്നത്. ഇവർ യുദ്ധം ചെയ്യേണ്ട, ഇവർ വെറുതെ പോയാൽ മതി. ഒരു പരിശുദ്ധാത്മാവിന് വലിയൊരു പവർ ഇവരിലൂടെ ഒഴുകപ്പെട്ടിട്ട് ശത്രുക്കൾ ഓടി മാറുന്നൊരു സംഭവമാണ് കാണുന്നത്. തിന്മ മാറുന്നതാണ്, തിന്മ ഇല്ലാതാക്കുന്നത് കാണാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിപ്പട്ടണം ആക്രമിക്കാനായിട്ട് ഇവർ സ്വന്തമാക്കി അവർ വിടാൻ പറയാം. അപ്പോൾ അവർ പോയി ആദ്യം പോയിട്ട് ഇവർ ആയിപ്പട്ടണം നോക്കി ഡോക്ടർ പറഞ്ഞു അവിടെ വലിയ ആളുകളൊന്നുമില്ല, അതുകൊണ്ട് ഒരുപാട് പേര് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല, കുറച്ച് പേര് പോയാൽ മാത്രം മതി എന്ന് പറയുക. അങ്ങനെ കുറച്ച് പേര് മാത്രം ജോഷുവയുടെ നേതൃത്വത്തിൽ അവിടെ പോകുന്നുണ്ട്, യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ പക്ഷെ അവിടെ ചെന്നങ്ങ് അടുക്കാറായപ്പോഴത്തേക്കുണ്ട് ആയിപ്പട്ടണവാസികൾ വേറെ സാധാരണ അവർ തിരിച്ചടിച്ചിട്ട് ഇസ്രായേൽ ജനത്തിലെ 38-40ഓളം പേര് അവിടെ കൊല ചെയ്യപ്പെടുന്നു, മരിച്ചു പോകുന്ന അപകടമുണ്ട്. ഉടനെ ജോഷുവ പേടിച്ച്, ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ പേടിച്ച് തിരിച്ചോടി, യുദ്ധത്തിൽ നിന്ന് തിരിച്ചോടിയിട്ട് സാക്ഷ്യപേടകത്തിൻ്റെ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിലുള്ള സാക്ഷ്യപേടകത്തിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വെച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ ജോഷുവയും ഇസ്രായേലിലെ 12 ശ്രേഷ്ഠന്മാരും കൂടെ തലയിൽ ചാരം പൂശിയിട്ട് വസ്ത്രം കീറിയിട്ട് മേലെങ്കിൽ വലിച്ചു കീറി ഉപവാസത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്, ദൈവമേ എന്തിനാണ് നീ ഞങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്? ഇവിടെ കൊണ്ട് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ? ഇതേ നോക്കിയേ, ഇവരെല്ലാം ഞങ്ങൾ തിരിച്ചടിക്കുന്നു, ഞങ്ങൾ തകർന്നു പോകുന്നു, ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചില്ല, ഞങ്ങൾക്ക് വിജയം കിട്ടുന്നില്ല, ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു, എന്താ സംഭവിച്ചത്? ഇത് നീ എന്താ ഞങ്ങൾ വിട്ടുപോയോ? ഇനി ഇങ്ങനെ പോയാൽ ഞങ്ങളെ മുഴുവനും ശത്രുക്കൾ, കാരണം ഇവർക്ക് ബലമൊന്നുമില്ല, ശക്തന്മാരൊന്നുമില്ല, ഇവർ സാധാരണക്കാർ, ഇവരെ എല്ലാവരും കൂടി ഇവരെ ഇല്ലാതാക്കും, നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവ ദൈവത്തോട് കണ്ണീരോടെ പറയുന്ന സമയമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട്, ജോഷുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവമായ കർത്താവ് അവനോട് പറയുന്ന കാര്യമുണ്ട്. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിനിങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലതവർ കൈവശപ്പെടുത്തി, അവർ തങ്ങളുടെ വസ്തുക്കളുടെ കൂടെ വച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്ത് നിൽക്കുവാൻ സാധിക്കുന്നില്ല, അവിടെ മുമ്പിൽ തോറ്റു പിന്മാറുന്നു. എന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ല എങ്കിൽ ഞാനിനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുക ഇല്ല. സ്വരമോട് പറഞ്ഞേ ഹല്ലേലൂയ. അതായി സംഭവിച്ചതാണ് പ്രിയപ്പെട്ട മക്കൾ, ശ്രദ്ധിക്കണം. ഇസ്രായേൽ ജനം
ചെയ്ത പ്രവൃത്തി, ജെറീക്കോ ദേശം ഇവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ ഒരുവൻ അവിടെ കാണും, ആഖാൻ എന്ന് പേരുള്ള ഒരുവൻ, അവൻ രഹസ്യമായിട്ടൊരു സാധനം എടുക്കുന്നു. അത് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയാണ്: കൊള്ള വസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്ന് അതിവിശിഷ്ടമായൊരു മേലങ്കിയും 200 ശക്കൽ വെള്ളി വസ്തുവും അതുപോലെ 50 ശക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു. അവൻ കണ്ടു. അവനതെടുത്തിട്ട്, അത് എന്തോ ഒരു വിഗ്രഹമോ എന്തോ സംഭവമായിരുന്നു, എന്തോ വസ്തുവായിരുന്നു, ഏതോ ഒരു വസ്തുവാണ്. അത് സ്വർണ്ണ നിർമ്മിതമായ വെള്ളി നിർമ്മിതമായ ഏതോ ഒരു വസ്തു കണ്ടു. അപ്പോൾ അത് അത് കണ്ടപ്പോൾ യാഖാൻ എന്ന വ്യക്തി അവനത് എടുത്തു. അവന് തുണി കൊണ്ടൊക്കെ പൊതിഞ്ഞ് അതെടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അവൻ്റെ വീട്ടിൽ, അവൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിലൊരു കുഴി ഉണ്ടാക്കി, അവൻ വീടിനകത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അവനതിട്ടിട്ട് മണ്ണിട്ട് മൂടി, അതിന് മുകളിൽ അവൻ കിടക്ക വിരിച്ച് അവൻ കിടന്നുറങ്ങിയ. അവനൊക്കെ ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവസാന്നിധ്യം കാണുന്നില്ല, ദൈവവചനം വിരുദ്ധം, ദൈവവചനം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥലപ്പെടുത്തി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ദൈവ സാന്നിധ്യം ഇസ്രായേലിൽ നിന്ന് മൊത്തം മാറിപ്പോകുകയാ. ഇവൻ ഒറ്റ തെറ്റ് ചെയ്യുമ്പോൾ, ഇവനെ തിന്മ ചെയ്യുമ്പോൾ ദൈവത്തിന് നിഷിദ്ധമായത് അവൻ കൂടെ കൊണ്ടുപോവുകയാ, ദൈവകൽപ്പന വിരുദ്ധമായത് കൂടെ കൊണ്ടുപോവുകയാ. അപ്പോഴാണ് യുദ്ധത്തിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും അപകടം. 40ഓളം പേര് മരിച്ചു പോകുന്ന അനുഭവങ്ങൾ. ഇസ്രായേൽ ജനം തകർന്നു പോവുകയാ, മാനസികമായിട്ട് തകർന്നു പോവുകയാ. പല കുടുംബങ്ങളും, പല വ്യക്തികളും, പല സ്ഥാപനങ്ങളും തകർന്നതിന് പിന്നിൽ കാണാൻ പറ്റുമേ. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ദൈവകൽപ്പന വിരുദ്ധമായ പ്രവൃത്തികളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയോ, ചിലപ്പോൾ അപ്പൻ പണം, സുഖം, വഴിവിട്ട ജീവിതം, സുവിശേഷ വിരുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ അവിടെ കഴിച്ചാൽ മതി. അത് ആ കുട്ടിയെ ബാധിക്കും, മകനെ ബാധിക്കും, മകളെ ബാധിക്കും, ദൂരെ ജോലിക്ക് പോയിരിക്കുന്ന മക്കളെ ബാധിക്കും, ജോലിക്കുന്ന ഭാര്യയെ ബാധിക്കും, എല്ലാവരെയും ബാധിക്കുന്നത് കാണാൻ പറ്റുമേ. ദൈവനിശ്ചിതമായത് സൂക്ഷിക്കുമ്പോൾ കട്ടെടുത്ത പണം, മന്ത്രവാദ വസ്തുക്കള്, പൈശാചിക വസ്തുക്കള് മുറുകെ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് അവരായിരിക്കുന്ന മേഖലകളെ ബാധിക്കുക. അധ്വാന മേഖല. ഞാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അച്ഛൻ പറഞ്ഞത് വളരെ വളരെ ഗൗരവമുണ്ട്. ഞാൻ വെറുതെ പ്രസംഗിക്കലല്ല, എൻ്റെ ജീവിതത്തിൽ 100,000 അനുഭവങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അച്ഛൻ ഈ പറയുന്നത്. സുവിശേഷ വിരുദ്ധമായ ഏതെങ്കിലും പ്രവർത്തികളിൽ ഈ കൂട്ടായ്മയിലുള്ള ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതെടുത്ത് കളയണം. അത് അശുദ്ധിയുടെ വ്യഭിചാരം, മ്ലേച്ഛത, സ്വവർഗരതികൾ, ബ്ലൂ ഫിലിമുകൾ, കട്ടെടുത്ത പണങ്ങൾ, കട്ടെടുത്ത സ്വർണ്ണാഭരണങ്ങൾ, മനുഷ്യരെ നശിപ്പിച്ച സംഭവങ്ങൾ, അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കിയ സംഭവങ്ങൾ, മറ്റുള്ളവർ ദ്രോഹിച്ച സംഭവങ്ങൾ, പീഡിപ്പിച്ച സംഭവങ്ങൾ, കട്ടെടുത്ത സംഭവങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, ലഹരികൾ, തിന്മയുടെ പ്രവർത്തനങ്ങൾ, ദ്രോഹപരമായ പ്രവർത്തനം, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുക, പാപത്തിന് കൂട്ടുനിൽക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ, മക്കളെ നശിപ്പിക്കുക, അയൽക്കാരെ നശിപ്പിക്കുക, തെറ്റായ പഠനങ്ങൾ നടത്തുക, സുവിശേഷ വിരുദ്ധമായി ദൈവമില്ല എന്നൊക്കെ പഠിപ്പിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, സുവിശേഷ വിരുദ്ധമായിട്ടൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ തിന്മകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ 100% ഉറപ്പാ മക്കളെ, അത് തീർച്ചയായിട്ടും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ 100% ബാധിക്കും. എന്തേലും പൊതിഞ്ഞു വെച്ചാലും അതിൻ്റെ ശക്തി, അതിൻ്റെ ആ പാപത്തിൻ്റെ ശക്തി ആ മനുഷ്യനതുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ കുടുംബത്തിൽ പല വിധത്തിൽ രോഗങ്ങളായിട്ട്, തകർച്ചകളായിട്ട്, അനർത്ഥങ്ങളായിട്ട്, അപകടങ്ങളായിട്ട് പലതരത്തിൽ ആ കുടുംബത്തെ ആഞ്ഞടിക്കാൻ സാധ്യത വേറെയുണ്ട്. 2 കരം എടുത്ത് പറയും ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കൊരിക്കലും മകൻ, അവന് ഈ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്. അവൻ ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ച് ജോലി കിട്ടിയില്ല. അവൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി കിട്ടിയില്ല. അപ്പോൾ അവൻ്റെ അപ്പനെ എനിക്കറിയാവുന്ന അപ്പനൊരു പറഞ്ഞു, അച്ഛൻ്റെ മോന് ജോലി കിട്ടുന്നില്ല, അവൻ ഒത്തിരി ശ്രമിച്ചു, പലയിടത്തും 1-2 ജോലി കിട്ടിയെങ്കിലും ഒരാഴ്ചയും പോയി, ഒന്നും ശരിയാകുന്നില്ല, എന്താ പറ്റിയെന്നറിയില്ല അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവനോടൊന്ന് ധ്യാനം വന്നു കൂടാൻ പറഞ്ഞു. അവൻ വന്നിട്ട് 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ധ്യാനത്തിന് കയറുമ്പോൾ നമ്മൾക്ക് നിയമമുണ്ട്, മൊബൈൽ ഫോൺ ഓഫാക്കി കൊടുക്കണം. മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ചിട്ടാണ് ഇവർ ധ്യാനത്തിന് കയറുന്നത്. അപ്പോൾ ധ്യാനത്തിന് അവസാനം ധ്യാനം കഴിഞ്ഞ് രാവിലെ മൊബൈൽ ഫോൺ ഓണാക്കുക. ഓണാക്കുമ്പോൾ അവൻ പറയുകയാണ്, 1 മിനിറ്റ് കഴിയുന്നില്ല, എനിക്ക് അമേരിക്കയിൽ നിന്നൊരു കോള് വരും. ഇവന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതൊരു 2 വർഷത്തോളമായിട്ട് ഇവൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ച് നടന്ന കൊച്ച, അല്ലാണ്ട് ഒരാഴ്ചയോ 1 മാസമോ 2 മാസമോ 3 മാസമൊന്നുമല്ല. അവൻ പറയുകയാണ്, ഫോൺ വരികയാണ്. ഫോൺ വന്നപാടെ ഇവനോട് സംസാരിക്കുന്നു. ഇവനോട് പറഞ്ഞു, വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾക്ക് ഫോൺ ഇൻ്റർവ്യൂ തരണം. വൈകിട്ട് 5 മണിയായപ്പോൾ ശരിക്കും ഞാൻ സെൻറ്ററിൽ നിന്ന് യാത്ര ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് അപ്പനെ അറിയാമെന്ന് ഞാൻ ആ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി.
വീട്ടിൽ കയറി ചെന്നപ്പോൾ അപ്പം പറയും അച്ഛാ സന്തോഷം. അപ്പം ഞാൻ ചെല്ലുന്ന ഒരു 6 മണി സമയത്ത് അപ്പം പറയും അച്ഛാ. അപ്പോൾ വിവിനോട് വീട്ടിലെത്തി ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ അച്ഛാ ഇപ്പോൾ 5 മണിക്ക് ഞാൻ ഫോൺ ഇൻ്റർവ്യൂ നടത്തി. ഒരു കൂടുതലൊന്നും ചോദിച്ചില്ല, എനിക്ക് നല്ലൊരു ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിസലോഷ്, എൻ്റെ ജോലിയുടെ പ്രശ്നം മാറി, എൻ്റെ ബന്ധനം മാറി, നല്ലൊരു ജോലി. ഇപ്പം എനിക്കറിയാം. അതിനുശേഷം ഇപ്പോൾ 6-7 വർഷം കഴിഞ്ഞ് കേട്ടോ ആ ധ്യാനം കൂടിയിട്ട് കഴിഞ്ഞിട്ട് ആ ജോലി ഇതുവരെ അവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പം പ്രൊമോഷനും കിട്ടിയല്ല അനുഗ്രഹം. അവനിപ്പോൾ സ്ഥിരം പള്ളിയിൽ പോകുന്നവനും പ്രാർത്ഥിക്കുന്നവനും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കൊച്ചാണവൻ. അവൻ്റെ ഉള്ളിലെ തിന്മ മാറിക്കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹം വരികയോ, കൃപ വരുന്ന കാണാൻ പറ്റും. അതാണല്ലോ യെശയ്യാ 59:1-2. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവർ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നാൽ നിൻ്റെ പാപങ്ങളാണ് നിന്നെ ദൈവത്തിൽ തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അതിനാൽ അവിടെ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതുകൊണ്ട് നീ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, ദൈവത്തോട് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പാപം ഉപേക്ഷിക്കുക, അന്ധകാരം എടുത്തു മാറ്റുക, തിന്മ എടുത്തു മാറ്റുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അഭിഷേകം കുറയുന്നത് പാപം ഉള്ളിലുള്ളപ്പോഴാണ്. സർവ്വ ഹല്ലേലൂയ. തിന്മയുള്ളിലുള്ളപ്പോൾ ശത്രു നമ്മുടെ മേൽ വിജയം നേടും. തിന്മ നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇരട്ടി പവറാണ്. ഒരു ശക്തിക്ക് നമ്മെ തൊടാൻ പറ്റത്തില്ല. അഭിഷേകം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. നമ്മൾ ആരും ഉപദ്രവിക്കണം. അഭിഷേകം കൊണ്ട് ഏത് തിന്മയുടെ ശക്തികളെ മാറ്റാൻ പറ്റും, കൂടുതൽ പ്രസംഗം നിൽക്കാൻ പറ്റും. നമ്മൾ തിന്മയുള്ളിൽ നിൽക്കുമ്പോഴാണ് തിരിച്ചടികൾ കിട്ടുന്നത്. തിന്മയുള്ളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ തിരിച്ചടികൾ മാറിയിട്ട് അനുഗ്രഹം കിട്ടും. അപ്പോഴാണ് ജോലി കിട്ടും, സാമ്പത്തിക കടബാധ്യതകൾ മാറും, മക്കളുടെ വിവാഹമൊക്കെ കൃത്യസമയത്ത് നടക്കും, ഏറ്റവും നല്ല ജീവിത പങ്കാളികളെ കിട്ടും. അതുപോലെ കുടുംബത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഭവനമൊക്കെ പണിയും, പ്രാർത്ഥന കൂടും, സന്തോഷം കിട്ടും, എല്ലാവരും നല്ല സ്നേഹത്തിലായിരിക്കും, മാതാപിതാക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധവും നല്ല സ്നേഹമായിരിക്കും, സഹോദരങ്ങളൊക്കെ നന്മ കാണാൻ നോക്കും, എല്ലാവരും നന്മ കാണാൻ നോക്കും. തിന്മ വിട്ടു, തിന്മ ഉള്ളിലിരിക്കുമ്പോൾ ഈ അഭിഷേകം നമുക്ക് ബ്ലോക്കായി പോകും മക്കളെ. അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒറ്റൊരാളിൽ ഇരുന്നുള്ളൂ, ഒരൊറ്റ വ്യക്തിയിൽ ആകാനെന്ന ഒരു ജനതയുടെ കീഴിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു തിന്മ ഇരുന്നപ്പോൾ അത് ആ ജനതയെ മുഴുവനും ബാധിച്ചുവെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വ്യക്തിയിലിരിക്കുമ്പോൾ അത് മൊത്തത്തെ ബാധിക്കുന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിക്കണം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച് വിളിക്കട്ടെ. നമ്മുടെ കർത്താവിത നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന സമയം നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ഈശോയുടെ കരങ്ങളിൽ ചേർത്ത് വെക്കാം. എല്ലാ പ്രശ്നങ്ങളും, കുടുംബത്തിലെ വേദനകൾ, മക്കളെ ഓർത്തുള്ള ആകുലതകൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച്, മക്കളെല്ലാം പേര് പറഞ്ഞ് ഈശോയോട് സമർപ്പിച്ച്, കുടുംബത്തിലെ കണ്ണീരോട് സമർപ്പിച്ച്. സങ്കീർത്തനം 34:18 ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥൻ. ഉരുകിയ മനസ്സാ ദൈവത്തിന് സ്വീകാര്യമായ ബലി. തകർന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. രണ്ട് കരം ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും വെച്ച് കൊടുത്തു, എല്ലാ ദുരിതങ്ങളും കൊടുത്തു, തകർച്ചകൾ, രോഗപ്രശ്നങ്ങൾക്ക് ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുന്നവനായി, വിടുതൽ നൽകുന്നവനായ കർത്താവിത നമ്മുടെ മുമ്പിൽ തിരുവോസ്തിയിലൂടെ വന്നിരിക്കുകയാണ്. ഒറ്റ വിളിച്ചോയേ ഉച്ച